മനുഷ്യന്റെയും വ്യക്തിത്വം രൂപപ്പെടുന്നതിൽ അവന്റെ ചുറ്റുപാടുകൾക്കും മാതാപിതാക്കൾക്കും കൂട്ടുകെട്ടുകൾക്കും അനൽഭമായ സ്വാധീനമാണുള്ളത്. എന്നാൽ ഇത് പലപ്പോഴും മനസ്സിലാക്കാതെ പോവുകയാണ്. നമ്മൾ പലരോടും പെരുമാറുന്നതും പലരെയും വിലയിരുത്തുന്നതും വ്യക്തികൾ കൂടിച്ചേരുമ്പോൾ ഒരു സംഘം രൂപം കൊള്ളുന്നു. ഈ സംഘത്തിൽ വ്യത്യസ്ത ചിന്താ നിലവാരമുള്ളവരും വിഭിന്ന ചിന്താഗതിക്കാരും വ്യത്യസ്ത അഭിപ്രായമുള്ളവരും ഉണ്ടാവും. ഒരു സംഘമായി പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് വ്യക്തികളുമായി നിരന്തരം സമ്പർക്കം പുലർത്തേണ്ടി വരുന്നു. ഈ സമ്പർക്കത്തിന്റെ താളം നഷ്ടപ്പെടുമ്പോഴാണ് വ്യക്തികൾക്കിടയിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. അത്തരം സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ കൊണ്ട് സാധിക്കും. തീർച്ചയായിട്ടും യങ് വോയ്സ് ആർട്സ് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ക്ലബിന്റെ സാരഥികൾക്ക് അഭിമാനിക്കാം ഈ മുഹൂർത്തത്തിൽ. സഹോദരങ്ങളെ, 11-ാം മൈൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കലാകായിക പ്രേമികളുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയാണ് യങ് വോയ്സ്. നാടിന്റെ പുരോഗതിക്കായി കൂട്ടായി ചിന്തിക്കുന്ന ഒരു കൂട്ടം യുവാക്കളുടെ കൂട്ടായ്മ. മനസ്സിൽ അതിർവരമ്പുകൾ ഏതുമില്ലാതെ ഒരേ ഹൃദയമായി മുന്നേറുന്ന യുവതയുടെ കരുത്തുറ്റ ചുവടുവെപ്പ്. മുന്നേ നടന്ന സാംസ്കാരിക സമ്പന്നരെ മാതൃകയാക്കി ദേശത്തിന്റെ വികസനത്തിനായി കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള കാൽവെപ്പുകൾ. യങ് വോയ്സിന്റെ പ്രവർത്തകർ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഒരുമിപ്പിക്കുന്ന സ്നേഹ സംഗമമാണ് ഈ UP സ്കൂൾ ഗ്രൗണ്ടിൽ അരങ്ങേറാനിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ ഈ സ്നേഹ സംഗമത്തിലേക്ക് നിങ്ങളേവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അനാമികയുടെ സ്നേഹ സന്ദേശ വായനയോടുകൂടി നമ്മുടെ പ്രോഗ്രാം ഔപചാരികമായി തുടങ്ങുകയാണ്. അനാമികയെ സ്നേഹ സന്ദേശം വായിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. നമസ്കാരം. സ്നേഹം അത് നമുക്ക് അന്യമാവുകയാണെന്ന് ഇനിയും നാം അതിനെ പ്രിയപ്പെട്ടതായി കരുതിയില്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു കിട്ടാതെ അത് നമ്മിൽ നിന്നും അകലേക്ക് പോകും. ഇനിയും നാം അറിയുന്നില്ല അത് നമുക്ക് നഷ്ടമാകുന്നുവെന്ന്. ഒരിക്കൽ നാം അറിയുക തന്നെ ചെയ്യും. നിഴൽ പോലും വീഴാത്ത നിഗൂഢതകളിൽ സ്നേഹം ഒടുങ്ങുകയാണെന്ന്. നമുക്കതിനെ തിരിച്ചെടുക്കണം, ഒരു നിയോഗം എന്ന പോലെ. ഒന്നിച്ചു ചിരിക്കാനും നാം മറന്നു പോയിരിക്കുന്നു. എല്ലാം അകന്നകന്ന് നാം തന്നെ ഇല്ലാതാകുന്ന കാലം അതിവിദൂരമല്ല. സ്നേഹം അമ്മയാണ്, നമുക്കൊരിക്കലും നഷ്ടമായി കൂടാത്ത വികാരം. അമ്മയെ കൈവെടിയുമ്പോഴുണ്ടാകുന്ന വേദനയുണ്ടാവണം നമുക്ക്. ഇത്തരം സ്നേഹ സംഗമങ്ങൾ ഒന്നായിരിക്കാനും ഒരുമയുള്ളവരാക്കാനുമുള്ള അവസരങ്ങളാകുന്നു. യങ് വോയ്സ് ഒരുക്കിയ സ്നേഹ സംഗമത്തിൽ സന്നിധരായ എല്ലാവർക്കും മംഗളാശംസകൾ നേരുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. അന്തം ധമ പ്രേഷന്തിയെ സംപൂതി മുവാസതെ. നന്ദി. യങ് വോയ്സ് ആർട്സ് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ക്ലബിന്റെ സ്നേഹ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉണ്ണി ഹാജി MLA അവർകളാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായിട്ടുള്ള നടൻ മാമുക്കോയ നമ്മുടെ ഈ വേദിയെ ധന്യമാക്കാൻ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റു വിശിഷ്ടാതിഥികൾ ശ്രീ അബ്ദുൽ കരീം, ചെറുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീമതി പനജ ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ശ്രീമതി രാധാമണി ടീച്ചർ, വാർഡ് മെമ്പർ, ശ്രീ CK അബൂബക്കർ, എഡിറ്റർ പ്രദീപം ദിനപത്രം, സൈനുദ്ദീൻ ഹാജി, സുകുമാരൻ മാസ്റ്റർ, ശിവശങ്കരൻ, വേണു, സെയ്തലി പാച്ചേരി ആൻഡ് KT ബിച്ചോ. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉണ്ണി ഹാജി MLA സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സ്റ്റേജിൽ ഉപവിഷ്ടരായ നടൻ മാമുക്കോയ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ വനജ ടീച്ചർ, ചെറുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കരീം, മറ്റ് സ്റ്റേജിൽ ഉപവിഷ്ടരായ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ, ഇവിടെ പങ്കെടുത്ത സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാരെ, യങ് വോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്സ് ആൻഡ് കൾച്ചറൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ സ്നേഹ സംഗമം, ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ പ്രദേശത്തിന്റെ നിലാവിളക്കായി പ്രവർത്തിക്കുന്ന ഈ ക്ലബ്ബ് ഈ പ്രദേശത്ത് പാവപ്പെട്ടവരെ സഹായിക്കാനും പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുമൊക്കെ മുന്നിൽ വരുന്ന ഒരു ക്ലബ്ബ് എന്നുള്ള നിലക്ക് ഇതിൻ്റെ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാൻ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. നിങ്ങളുടെ ഈ സ്നേഹ സംഗമത്തിൻ്റെ സാംസ്കാരിക സമ്മേളനം നീട്ടിക്കൊണ്ടുപോകും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിനും എല്ലാവിധ ആശീർവാദങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനം
ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ജയ് ഭാരത്. ഈ സ്നേഹസംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയനായ നമ്മുടെ MLA മമ്മുണ്ണി ഹാജി അവർകൾ, നമ്മുടെ ജനകീയനായ നടൻ മാമുക്കോയ അവർകൾ, ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ കരീം, വാർഡ് മെമ്പർ രാധാമണി ടീച്ചർ, നമ്മുടെ സ്കൂളിന്റെ PTA പ്രസിഡന്റ് ആയ ബഹുമാനപ്പെട്ട ഹാജിയ, പ്രദേശത്തുകാരായിരിക്കുന്ന വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇവിടെ പരിപാടി അവതരിപ്പിക്കാനെത്തിയ കലാകാരന്മാരെ, മാധ്യമ പ്രവർത്തകരെ, മറ്റു പ്രിയപ്പെട്ടവരെ, യങ് ബോയ്സ് എന്ന ഈ സംഘടന ഈ കഴിഞ്ഞ ആഗസ്റ്റ് 15-നാണ് രൂപം കൊണ്ടിരിക്കുന്നത്. അന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരവസരവും ആ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരവും എനിക്കും ബഹുമാനപ്പെട്ട നമ്മുടെ കൊട്ടപ്പുറം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുകുമാരൻ സാറിനും കിട്ടിയതായിരുന്നു. പക്ഷേ 11-ാം മൈൽസിലെ റോഡിൽ വെച്ചിട്ട് ഒരു ചെറിയ പരിപാടിയായിട്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിൽ ഈ യങ് ബോയ്സിനെ ഇത്രയാളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവരുടെ അഡ്രസ്സിൽ ഇങ്ങനെയൊരു പരിപാടി ഈ 11-ാം മൈൽസ് സംഘടിപ്പിക്കാൻ കഴിയും എന്ന് അന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. കുഞ്ഞു കുട്ടിയെ പോലെ കാലുകൾ ഭൂമിയിൽ ഉറച്ചുകൊണ്ട് ഇരിക്കാനും നടക്കാനും ഓടാനും പഠിക്കണം എന്നായിരുന്നു അന്ന് ഞങ്ങൾ ആ പരിപാടിയിൽ ഓർമ്മപ്പെടുത്തിയിരുന്നത്. പക്ഷെ നമ്മുടെ യങ് ബോയ്സ് അവരുടെ പ്രതിധ്വനി എല്ലാ മുക്കിലും മൂലയിലും എത്തുന്ന തരത്തിൽ അവർക്കിവിടെ അവരുടെ അഡ്രസ്സിൽ ഒരു നല്ല പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ ജനകീയ നടൻ മാമുക്കോയ അവർകൾ എത്തിയിട്ടുണ്ട്. എൻ്റെ പ്രദേശത്തുകാര് ചെയ്യേണ്ട ഒരു കാര്യം, നമുക്കിവിടെ ഈ പരിപാടി വളരെ സമാധാനപരമായിട്ട് എല്ലാവർക്കും ഈ സ്നേഹ സംഗമം എല്ലാവരും എത്താൻ കഴിയണം. അവിടെ നല്ല അച്ചടക്കത്തിൻ്റെയും അതുപോലെ ഈ പരിപാടി എല്ലാവർക്കും ആസ്വദിക്കാനും പറ്റിയ ഒരു സാഹചര്യം ഒരുക്കേണ്ടത് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രദേശത്തുകാരാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ്. വളരെ മനസമാധാനവും വളരെ സ്നേഹവും തുളുമ്പുന്ന രീതിയിലുള്ള ഒരു പരിപാടിക്ക് ഒരുക്കം കൂട്ടാൻ എൻ്റെ പ്രദേശത്തുകാർ സഹകരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അപേക്ഷിക്കാനുള്ളത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ഈ യങ് ബോയ്സിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ എങ്ങനെ സംഘാടന നടത്തണം, എങ്ങനെ ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ 11-ാം മൈൽസ് മുതൽ പെരിങ്ങാവ് വരെയുള്ള അല്ലെങ്കിൽ പ്രദേശത്ത് മുഴുവനുള്ള ആൾക്കാരെ നിങ്ങളുടെ വിവരങ്ങൾ അറിയിക്കുകയും അവരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും അവരെ എല്ലാം അഭിപ്രായങ്ങൾ ആരായണമെന്നും പറഞ്ഞുകൊണ്ട് അന്ന് വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമായിരുന്നു ഈ സ്വാഗത സംഘത്തിൽ വന്നിരുന്നതെങ്കിലും ഇന്ന് ഇത്രയും ബൃഹത്തായ പരിപാടിക്ക് ഇതൊരു വലിയ നേട്ടമായി കാണുന്നു. ഇത് നമ്മളെ പ്രദേശത്തിന്റെ ഉയർച്ചയ്ക്കുള്ളൊരു സൂചനയായി കാണുന്നു. ഇനിയും ഈ സഹോദരങ്ങൾക്ക്, നമ്മുടെ പിഞ്ചു മക്കൾക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും എൻ്റെ പ്രദേശത്തുകാർ ചെയ്യണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇവിടെ ഒരുപാട് പരിപാടികളൊക്കെ സ്റ്റേജിൽ നടത്താനുണ്ട്. നമുക്ക് പോലീസ് അനുവദിച്ച സമയം 10 മണിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ പരിമിതിക്കുള്ളിൽ നടത്തേണ്ടത് കൊണ്ട് കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. എല്ലാവിധ ഭാവുകങ്ങളും ഈ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ഞാൻ ഈ പരിപാടിക്ക് നേരുന്നു. അതോടൊപ്പം നിങ്ങളെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നല്ല സമാധാനമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ പ്രദേശത്തുകാരെ ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. വിവിധ വംശക്കാരും ഗോത്രക്കാരുമാക്കിയത് നിങ്ങളെ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളിൽ ഭക്തിയുള്ളവരാണ് ദൈവസന്നിധിയിൽ ഉത്തമൻ. ഇത് വിശുദ്ധ ഖുർആൻ വാക്യം. മഞ്ജുസ്റ്റാർ സിംഗർ ഫെയിം സാധിക നിങ്ങൾക്കൊക്കെ അറിയാം. ആ കുട്ടിയെ ആദരിക്കൽ ചടങ്ങാണ് അടുത്തതായി ഈ വേദിയിൽ നടക്കുന്നത്. അതിനായിട്ട് മുഹമ്മദ് ഉണ്ണി ഹാജിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒപ്പം സാധികയെ. ആദരണീയയായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ, മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥ കൂടിയായ വനജ ടീച്ചർ, ഈ
സാംസ്കാരിക സായാഹ്നം നമുക്ക് വേണ്ടി ഉദ്ഘാടനം നിർവഹിച്ച ആദരണീയനായ കൊണ്ടോട്ടിയുടെ MLA പ്രിയപ്പെട്ട മുഹമ്മദ് ഉണ്ണി ഹാജി സാഹിബ്, വേദിയിൽ ഉപവിഷ്ടരായ നിങ്ങളൊക്കെ ആകാംക്ഷയോടുകൂടി നർമ്മരസം തുളുമ്പുന്ന പ്രസംഗം പ്രസംഗിക്കും എന്ന് നമ്മളൊക്കെ കാത്തു നിൽക്കുന്ന ആദരണീയനായ നടൻ പ്രിയപ്പെട്ട മാമുകോയ, വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഈ ക്ലബിന്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നാട്ടുകാരെ, ഈ വൈകിയ വേളയിൽ ഒരു നീണ്ട ആശംസാ പ്രസംഗം നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് നിങ്ങളോട്ട് സമ്മതിക്കുകയുമില്ല എന്നെനിക്കറിയാം. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു സംരംഭവുമായി മുന്നോട്ട് വന്ന യങ് വോയിസ് ഭാരവാഹികളെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. പിറവി കൊണ്ട് ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്നേഹ സംഗമം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ നിങ്ങളെ അതിയായി അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ ആരംഭ ശൂരത്വം നിലനിർത്തിക്കൊണ്ട് തുടർന്നും നിങ്ങൾ സമൂഹത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ സ്നേഹ സന്ദേശം വായിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ സായാഹ്ന പരിപാടി തുടങ്ങിയിട്ടുള്ളത്. അതിൽ പറഞ്ഞതും നമുക്കറിയാം, ആധുനിക കാലത്ത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സ്നേഹം നിലനിൽക്കുന്നതിന്റെ ആവശ്യകതയിലേക്കാണ് അവർ വിരൽ ചൂണ്ടിയത്. അത് തന്നെയാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ മുമ്പിലും പറയാനുള്ളത്. നമ്മിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്നേഹം നിലനിർത്തിക്കൊണ്ട്, മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമായി മാറണം. അതിന് ഇത്തരത്തിലുള്ള പരിപാടികൾ കൊണ്ട് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ട എൻ്റെ യങ് വോയിസ് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നിങ്ങളെ ക്ലബിന്റെ പേരിൽ പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിന് ആവശ്യമുള്ള യുവത്വത്തിന്റെ ശബ്ദമായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, 7:30 മണി കഴിഞ്ഞു, 7:45 ഇവിടെ ഗംഭീരമായ ഒരു ഗാനമേള നടക്കുന്നുണ്ട്. അത് ആസ്വദിക്കാനാണ് നിങ്ങൾ വന്നത്. ആകെ 10 മണി വരെ സമയമുള്ളൂ. പിന്നെ അതിലിടയ്ക്ക് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസംഗം കേൾക്കുക എന്നുള്ളത് ആർക്കും തീരെ ഇഷ്ടമില്ല. പിന്നെ നിങ്ങൾ സഹിച്ചതാണ് ഇതൊക്കെ. അതുപോലെ ഇപ്പോൾ എൻ്റെതും സഹിക്കാൻ തന്നെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. സിനിമയിൽ തന്നെ 10-25 കൊല്ലം എന്നെ സഹിച്ച നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം ഇവിടെ 1-2 പേര് പ്രസംഗിച്ചു.